ഹലോ ഗായ്സ്, എൻ്റെ പേര് അർജുൻ. ഞാൻ ഇന്ന് കളിക്കുകയാണ് മൈൻക്രാഫ്റ്റാണ്. ഞാനാണെങ്കിൽ ഇനി മുമ്പേ കളിച്ചപ്പോൾ ഞാൻ കേവിലൊക്കെ പോയി അയണൊക്കെ മൈനിങ് ചെയ്തിരുന്നു. അയൺ മൈനൊക്കെ ചെയ്ത് 8 പീസ് അയൺ കിട്ടിയിരുന്നു. പക്ഷെ അത് എടുത്തോണ്ടിരുന്നപ്പോൾ വീഡിയോ റെക്കോർഡർ ക്രാഷായി. പിന്നെ ഒന്നേ നടക്കാൻ ഞാൻ ഇനി കേവിൽ പോകുമ്പോൾ കിട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്തെങ്കിലും മരം ഉണ്ടോ? വന്നങ്ങനെ അന്ന് പോയപ്പോൾ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ എത്തടി അയണായിരുന്നു. നമുക്ക് ഈ ചന്ദ്രൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഒരു പിക്കാസ് തക്കാലത്തേക്ക് കൈയിരിക്കട്ടെ. അങ്ങനെ ഞാൻ ഒരു പിക്കാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഡയമണ്ട് ആട്ടാ കിട്ടണമെങ്കിൽ മൈൻഡ് ചെയ്തിറക്കാനാണ്, അല്ല വേറെ ഒന്നിനൊന്നും അല്ല. വേറെ വല്ലതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് എയറോപ്ലെയിനൊക്കെ ഉണ്ടായിരുന്നു. ഇത് മോഡാണ്. ഒറിജിനലായിട്ട് മൈൻക്രാഫ്റ്റൊക്കെ ഡൗൺലോഡ് ആക്കുമ്പം ഇതൊന്നും കിട്ടൂല. മോഡ് ഡൗൺലോഡ് ചെയ്തിട്ടാലേ കിട്ടുള്ളൂ. അല്ല മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ആക്കിയ ഇതൊന്നും കിട്ടൂല. ഞാൻ ഇതൊക്കെ മോഡ് ഡൗൺലോഡ് ചെയ്തിട്ടേക്കാണ് ഇതിനുള്ള. ഇതൊക്കെ ബാക്ക് പാക്ക് സാധനങ്ങൾ ഉടനെ എൻ്റെ ഉണ്ടല്ലോ. അത് തന്നെ രാത്രിയായി അതിൻ്റെ ഇടയ്ക്ക്. എനിക്ക് ഇന്നത്തെ ഗോളായിട്ട് അയണാമർ ആവണമെന്നുണ്ട്. പക്ഷേ ഭയങ്കര ഇത് ക്യാവിലൊന്ന് ഇറങ്ങാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഞാൻ ക്യാവിലോട്ട് വീട്ടിൻ്റെ അകത്തിൽ നിന്ന് ഒരു വരി സെറ്റപ്പ് ആക്കാൻ പോവുകയാണ്. ഇങ്ങൊന്ന് അയക്കും മതി. അതിന് മുമ്പ് ഒരു പിക്ചേഴ്സ് ഉണ്ടാക്കി കഴിയും. ഞാൻ ഇപ്പോഴത്തേക്ക് ഇങ്ങനെ എടുത്ത പിക്ചേഴ്സ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ അങ്ങനെ കണ്ടു നോക്കി ഇങ്ങനെ. ഈ ഒരു പ്രശ്നം പറ്റും ഓരോട്ട് കയറിട്ട്. ഞാൻ ഏണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. അതോടെ ആദ്യം നമ്മൾ ഇങ്ങനെ ഫുഡെടുത്ത് വെക്കണം. അപ്പം ഇങ്ങനത്തെ ഒരു പ്ലാങ്ക് കിട്ടും. വുഡും പ്ലാങ്ക് ഒന്ന് തന്നെ ഓക്കലോക്കെ എടുത്ത് വയ്ക്കുമ്പം പ്ലാങ്ക് നോക്കിയാൽ കിട്ടും. അത് വെച്ച് അങ്ങനെ ആയിരുന്നു ഉണ്ടാക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എന്തരായിരുന്നു ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം 3 ഇത് കിട്ടും. ആ 3 ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ട്രാപ്പ് ഡോർ ഉണ്ടാക്കണം. അതിന് നമ്മൾ ഇങ്ങനെ എന്തരാണ് വയ്ക്കേണ്ടതെന്തോ 2 ട്രാപ്പ് ഡോർ. ഒരെണ്ണം മതി. ഓക്കെ, ഇങ്ങനെ നമ്മൾ ട്രാപ്പ് ഡോർ വയ്ക്കണം. ഒരെണ്ണം ഇങ്ങിരിക്കട്ടെ. ഇങ്ങനെ വേണം. ഇനി നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു പോകണം. അങ്ങോട്ടുള്ള
ഞാൻ എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കാനുള്ള കാരണം രാത്രിയായാൽ എനിക്ക് ടക്കനെ വീട്ടിൻ്റെ അകത്ത് കയറാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. രാത്രിയായാൽ ടക്കനെ വീട്ടിൻ്റെ അകത്തൊന്നും കയറാൻ പറ്റൂല. ജീവികൾ വന്ന് നമ്മളെ പിടിക്കും. അതിന് ഷീപ്പ് നിൽപ്പുണ്ട്. നമുക്ക് ഈ ഷീപ്പിനെ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ലാഗ് കേട്ടോ അപ്പുറപ്പായിട്ട് അടിച്ചു പോകാം. അതുണ്ടുണ്ട് കയ്യിൽ. ഇങ്ങനെ കുരിച്ചു പോകണം. ഈ വീഡിയോ കാണുന്നവരിൽ ആരും ലൈക്കും സബ്സ്ക്രൈബൊന്നും ചെയ്യണില്ല. ലൈക്ക് ചെയ്യണം, പക്ഷെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന സാധനം ചെയ്യണില്ല. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തിനെങ്കിൽ കൊള്ളായിരുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ സബ്സ്ക്രൈബ്. അതും പൊട്ടിപ്പോയി. മറ്റെന്തൊരു ശവ്വല് പൊട്ടിപ്പോയ ചെറിയൊരു ലാഗുണ്ട് അപ്പുറപ്പായിട്ടൊന്ന്. എന്തൊരിപ്പോ സൗണ്ട്? പശുവിൻ്റെ സൗണ്ടായിരുന്നു കേട്ടെ. ഞാൻ വേറെ എന്തൊരു സൗണ്ട്. ഇനി പിക്ചേഴ്സ് വെച്ച് ബ്ലോക്കൊന്നും പൊട്ടുന്നില്ല. എന്തോ ഭയങ്കര ലാഗെന്ന് തോന്നുന്നു. ഇത് ഞാൻ ചുമ്മാ ചെയ്ത് നോക്കണതാണ്, വക്കാവോന്നൊന്നും അറിയില്ല. ഞാൻ ഇത് പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇങ്ങനെ ഷവ്വലെടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങില്ല. ഇനി നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോകണം. ഇത് പറഞ്ഞ് ഇതിൻ്റെ അടിയിൽ ടോർച്ചപ്പുറപ്പായിട്ട് വച്ചു കൊടുക്കണം. കാരണം ജീവികളൊക്കെ പോകണം. ഇങ്ങനെ വെച്ചു കൊടുത്താൽ അങ്ങനെ ഞാൻ എല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അകത്തോട്ട് പോയി നോക്കിയിട്ട് വരാം. ഇതാണിപ്പോൾ എൻ്റെ തൽക്കാലത്തേക്കുള്ള ബേസാണിത്. വലിയ ബേസൊന്നും ഉണ്ടാക്കുമെന്ന് കണ്ടിട്ട് തോന്നില്ല. എനിക്ക് ഗെയിമിൻ്റെ അകത്ത് ഇപ്പം എൻ്റെ 6 പീസ് അയണുണ്ട്. ഈ പിക്കാസൊന്നും കൊണ്ടുപോയി കളയണ്ട, കൈ ഇരിക്കട്ട്.
അവസാനം ചത്താട്ട പോകണമെങ്കിൽ വീണ്ടും വ്യത്യാസം ബാക്ക് ബാക്ക് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഞാൻ ബാക്ക് ബാക്ക് കയ്യിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ബാക്ക് ബാക്ക് അങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതി. ഫോണിൻ്റെ സ്ക്രീൻ ഇങ്ങനെ അപ്പോഴത്തേക്കും ആ ബാക്ക് ബാക്ക് പോയിക്കോളും. എന്തൊരു ബഗ്ഗാണെന്ന് തോന്നുന്നു. ബാക്ക് ബാക്ക് ഇതിൻ്റെ അടുത്തോട്ട് വരുമ്പം തോന്നും എന്തൊരു പ്രശ്നം. ഇനി ഒരു ട്രാപ്പ് ഡോർ ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയും ട്രാപ്പ് ഡോർ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് പോകണം. ഞാൻ നേരത്തെ ഇങ്ങുണ്ടാക്കി വെച്ചത് ഇങ്ങനെയല്ലല്ലോ വെച്ചുണ്ട്. ഇങ്ങനെ ഈ സാധനത്തിന് എടുത്തിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് ഈ കോബിൾ സ്റ്റോൺ വീണ്ടും പൊട്ടിച്ച് കൈ അടക്കാം. അങ്ങനെ ഇപ്പം തൽക്കാലത്തേക്കുള്ള അങ്ങനെ ഞാൻ ഇനി ഇതുവരെ നോക്ക് സോംബിയാക്കൊന്നും പോകാൻ പറ്റൂല. ചെറിയ ബേബി സോംബി ആട്ടോ വരുന്നെങ്കിൽ എന്താ അത് ചാടിപ്പോയിക്കോളും. വേറെ ജീവിയൊക്കെ വരാനൊന്നും പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത് മൈനിങ്ങിന് പോകണം. ഇനി ഞാൻ ഈ വരി തുറന്നിട്ടിരിക്കണതായി. ഓക്കെ, ഇനി എന്താ ഇതുവരെ അയ്യോ ബ്ലോക്ക് വെച്ച ഒരു ബ്ലോക്ക് അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം രാത്രിയാണ്. വെളിയിൽ പോയി കിടന്നുറങ്ങിയിട്ട് രാവിലെ ആക്കിയിട്ട് വരാം. അപ്പം ഇന്ന് ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്. എനിക്ക് അയണാവർ ആവണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ കുറച്ച് അയൺ ഇരിക്കുകയാണ്. 6 പീസ് അയണേ ഉള്ളൂ. ഞാൻ വ്യത്യാസം ഉണ്ടാക്കി അത്രയും. ഓക്കെ, ഇനി അത്രയും അയൺ എടുത്തിട്ട് ഒരു ഹെൽമെറ്റ് എങ്കിലും ഉണ്ടാക്കി ഇന്നത്തെ ഗോൾ കംപ്ലീറ്റ് ആക്കാൻ. അപ്പുറപ്പായിട്ട് പോകണം തോന്നുന്നു. അപ്പം ഞാനാണെങ്കിൽ ഇന്ന് ഹെൽമെറ്റ് എങ്കിലും വെച്ച് ഇന്നത്തെ ഗോള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ജസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ജസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കി ഇട്ടാൽ നമുക്ക് ആരെങ്കിലും അടിക്കാൻ വേണമെങ്കിൽ സ്കെലട്ടനെ കമ്പ് ഇടുമ്പോൾ അത്ര ഡാമേജ് ഒന്നും നമുക്ക് എടുക്കില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കി ഇടണം. ചെറിയൊരു ലാഗുണ്ട്. ഷേഡറിൻ്റെ എന്നാണ് തോന്നുന്നത്. ഷേഡറിൻ്റെ ലാഗ്. സൂര്യനെ നോക്കുമ്പോഴാണ് ആ ലാഗ് പറഞ്ഞത്. ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കാൻ അവസാനം ചത്താട്ട പോകണമെങ്കിൽ കയ്യിൽ നിന്നെല്ലാം കൂടെ ആയിട്ട്. ഇനി മൈനിങ്ങിന് ഞാൻ പോകാൻ. ഞാൻ കുറേ നേരം കൊണ്ട് മൈനിങ്ങിന് പോകണമെന്നൊക്കെ പറയണ കേൾക്കാം. പക്ഷെ ഞാൻ പോവും. അങ്ങ് സ്കെലിട്ടനും കാണും. സ്കെലിട്ടൻ അമ്പ് വിട്ടാൽ ചാ ഉണ്ടാക്കാനൊക്കെ.
എന്തായിരുന്നു ഇങ്ങോട്ട് കുറേ അങ്ങ് അയണുണ്ടായിരുന്നു, ഞാൻ കണ്ടങ്ങ് അയണുണ്ടായിരുന്നു. അയ്യോ എന്നെ കൊല്ലുമല്ലേ ഇപ്പം. കണ്ട അങ്ങോട്ട് പോയില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഇതിൽ ഹാർഡ് കോറൊക്കെ കളിച്ച് എന്താ ഉണ്ടക്കനെ അടിച്ച്. എനിക്ക് അങ്ങോട്ട് പോകണം, പക്ഷെ ഇങ്ങ് അയണിരുന്നു. ഞാൻ ഇത് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു വന്നിരിക്കാറിപ്പം. ഇങ്ങ് വല്ലടമൊക്കെ അയൺ കാണും, നോക്കി ഇവിടുത്തെ കുറച്ചുകൂടെ അയൺ കിട്ടും. അങ്ങ് അയണുണ്ട്, ഇങ്ങോട്ട് ടോസ്റ്റ് വെച്ചു. അതെന്തൊരു പൈസ ആരോ ലാവ വന്ന് അങ്ങനെ എനിക്ക് കുറച്ചുകൂടെ അയൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. 13 പീസായി. എനിക്ക് ഒരു സ്റ്റാക്കെങ്കിലും ആക്കണമായിരുന്നു. ഇനി എനിക്ക് അതിൻ്റെ താരോട്ടിറങ്ങാൻ പറ്റൂല. ഇങ്ങനെ താരോട്ടൊക്കെ ഇറങ്ങി അവസാനം കൈയിരിക്കണമെല്ലാം ഇറങ്ങിയിട്ട് ഞാൻ ഓരോട്ട് കയറാൻ പോവാണ്. ഞാൻ ഇപ്പം ഏത് വരി വന്നത്? ഇതുവരെയാണ്. ഇങ്ങ് അയണുണ്ടായിരുന്നില്ല. അതായത് എനിക്ക് അടുത്ത അയണും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോൾ മിസ്സാക്കിയെന്ന് തോന്നുന്നു. എനിക്കിതൊന്നും എടുക്കാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. എന്താ എനിക്കിത് കിട്ടിയോണ്ട് വലിയ സന്തോഷമായിരിക്കും. ടോർച്ച് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ട് പോയത്. എൻ്റെ കയ്യിൽ ടോർച്ചില്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവസാനം പോയിട്ട് പണിയാവും. ഞാൻ ഇന്നത്തെ ഗോള് എത്തിക്കാൻ പോവാണ്. ഇനി എനിക്ക് അങ്ങോട്ട് പോയ ഫണ്ണസ് ഇട്ട് കുക്ക് ചെയ്താൽ നമുക്കിങ്ങനെ ബ്ലോക്ക് തുടച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ചിലപ്പം പണി. ഞാൻ കഥ അടച്ചിട്ടിട്ട് തന്നെയാണ് വന്നത്. ഇനിയിപ്പം പോകണ്ട, അടച്ചിട്ടാണ്. ഇനി എനിക്ക് ഈ അയണെല്ലാം അടുത്ത് കുക്ക് ചെയ്യാനുണ്ട്. ഞാനിത് കുക്ക് ചെയ്യട്ടെ.
ഞാൻ ഈ അയണെല്ലാം കുക്കാണത്. അങ്ങനെ എൻ്റെ കയ്യിൽ അയണെല്ലാം ആയി. ഇനി ഞാൻ ഈ അയൺ വെച്ച് ഒരു ബൂട്ട് ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ ഒരു ബൂട്ടും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരു ജസ്റ്റ് പ്ലേറ്റും കൂടെ ഉണ്ടാക്കുള്ളൂ. ഇനി ഒരു 3 പീസ് അയണും കൂടെ മതി. ഇനി എനിക്ക് ഒരു പീസും കൂടെ അയൺ മതി അതുണ്ടാക്കാൻ. കറക്റ്റ് ഒരെണ്ണത്തിൻ്റെ വ്യത്യാസം. അങ്ങനെ ഞാൻ എൻ്റെ അയണാമറെല്ലാം ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഗോള് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം എല്ലാവർക്കും.